വേദന അറിഞ്ഞ നാഥ, നീയല്ലാതെ എനിക്കാരുള്ളൂ. എൻ്റെ ഏകാന്തതയിലെനിക്കാശ്വാസമായി മകൾ സ്നേഹം മറ്റാർക്കുള്ളൂ. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉള്ള സ്നേഹവന്ദനം. ഹാർവെസ്റ്റ് TV-യുടെ മെമ്പേഴ്സ്, ഇത് സ്പോൺസർ ചെയ്യുന്ന കുവൈറ്റിലെ മംഗഫിലുള്ള ന്യൂ ലൈഫ് അസംബ്ലീസ് ഗോഡ് ചർച്ചിൻ്റെ പാസ്റ്റർ, അതിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, വിശ്വാസികൾ, ഈ പ്രോഗ്രാമിൽ എന്നോടൊത്ത് സഹകരിക്കുന്ന എൻ്റെ വാത്സല്യ സഹോദരീശ്വരന്മാർ എല്ലാവർക്കും ഞങ്ങൾ സ്നേഹവന്ദനം അറിയിക്കുന്നു. 14-ാം എപ്പിസോഡിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഈ എപ്പിസോഡ് നമുക്ക് മനസ്സിലാകുവാൻ നമുക്കെല്ലാവർക്കും നമ്മുടെ ഹൃദയങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പകരാം. ഈ എപ്പിസോഡ് ഞങ്ങൾ റെക്കോർഡ് ചെയ്യുന്നു. ഇത് എപ്പോൾ നിങ്ങൾ കേൾക്കുന്നുവോ അപ്പോഴും ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ബുദ്ധി അങ്ങ് തുറന്നു തരുന്നല്ലോ. ഇത് ഗ്രഹിച്ച് അനേകർക്ക് വിളമ്പിക്കൊടുക്കുവാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അങ്ങയുടെ മക്കളെ അങ്ങ് ബലപ്പെടുത്തിക്കാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ബുദ്ധിയെ തുറന്നു കൊടുക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്ന കർത്താവേ, ഞങ്ങളെല്ലാവരും ചേർന്ന് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ പണിയിൽ വ്യാപൃതരാകുവാൻ ഞങ്ങളെ ഇടയാക്കിക്കാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. 14-ാം എപ്പിസോഡിൽ കടന്നു വന്ന എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ കൂടാരത്തിന് 3 ഭാഗങ്ങൾ ഉള്ളതുപോലെ സ്വർഗത്തിന് 3 ഭാഗങ്ങൾ, സഭയ്ക്ക് 3 ഭാഗങ്ങൾ, വിശ്വാസിക്ക് 3 ഭാഗങ്ങൾ, മനുഷ്യന് 3 ഭാഗങ്ങൾ, മനുഷ്യ ശരീരത്തിനും 3 ഭാഗങ്ങൾ ഉണ്ടെന്ന് ചിന്തിച്ചു. ആ ഭാഗങ്ങളിലൊക്കെ കുറെ കൂടി ആഴമായിട്ട് പോകണമെന്നുണ്ടായിരുന്നുവെങ്കിലും അങ്ങനെ സമയമെടുക്കുവാൻ നമ്മുടെ മുൻപിലില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ക്ലാസ് ചില ഭാഗങ്ങൾ കംപ്രസ് ചെയ്തു പോവുകയാണ്. എല്ലാ ദൈവമക്കളും അത് മനസ്സിലാകുമല്ലോ. ഈ ഭാഗങ്ങൾ കൂടുതലായി പഠിക്കണമെന്ന് താല്പര്യമുള്ളവർ നേരത്തെ ഓർപ്പിച്ചതുപോലെ സമാഗമന കൂടാരം എന്ന പുസ്തകം വാങ്ങിച്ച് വായിക്കുക. ആവശ്യമുള്ളവർ ഇതിൻ്റെ അവസാനം കൊടുക്കുന്ന ടെലിഫോൺ നമ്പറിൽ ബന്ധപ്പെടണമേ എന്ന് അപേക്ഷിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കൂടാരത്തിൻ്റെ ഭാഗങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ട് കൂടാരത്തിൻ്റെ തൂണുകൾ നാട്ടി പ്രാകാരമറശീല തൂക്കി പ്രാകാരത്തിൻ്റെ മുൻപിലുള്ള വാതിൽമറയുടെ ഭാഗത്തേക്ക് കടന്നു വരുവാനാണ് നമ്മൾ ആഹ്വാനം ചെയ്തത്. അതിനുവേണ്ടി നമ്മൾ മുൻപോട്ട് പോവുകയാണ്. പുറപ്പാട് പുസ്തകം 27-ന്റെ 10 മുതൽ 14 വരെയുള്ള ഭാഗത്ത് വായിക്കുമ്പോൾ കൂടാര തൂണുകളെക്കുറിച്ച് അവിടെ വായിക്കുന്നു. കൺട്രി യാർഡ് പോസ്റ്റ് എന്ന് പറയുന്ന ഈ തൂണുകൾ വായിച്ചാട്ടെ. ആ ഭാഗം വായിക്കുന്നു. തെക്കേ ഭാഗത്തേക്ക് പ്രാകാരത്തിന് പിരിച്ച പഞ്ഞിനൂൽ കൊണ്ട് ഒരു ഭാഗത്തേക്ക് 100 മുഴം നീളത്തിൽ മറശ്ശീല വേണം. അതിൻ്റെ 20 തൂണും അവയുടെ 20 ചുവടും താമ്രം കൊണ്ടും തൂണുകളുടെ കൊളുത്തും മേൽ ചുറ്റുപടികളും വെള്ളി കൊണ്ടും ആയിരിക്കണം. തെക്കേ ഭാഗത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വളരെ കൃത്യമായിട്ട് തെക്കേ ഭാഗത്ത് 20 കതിരമര തൂണുകളും അതിൻ്റെ കീഴിൽ വയ്ക്കുവാൻ താമ്രത്തിൻ്റെ ചുവടുകളും ഈ തൂണുകളെ തമ്മിൽ ബന്ധിപ്പിക്കുവാൻ താമ്രം കൊണ്ടുള്ള പടികളും ഉണ്ടാക്കണമെന്ന് ഇവിടെ കൽപ്പനാധ്യായത്തിൽ പറയുകയാണ്. തെക്കേ ഭാഗത്തെ പോലെ തന്നെ വടക്കേ ഭാഗത്തും 20 തൂണും 100 മുഴം നീളത്തിൽ പ്രാകാരമറശ്ശീലയും വേണം. പടിഞ്ഞാറേ ഭാഗത്തും കിഴക്കേ ഭാഗത്തും 10 തൂണുകൾ വേണം. അതിനും പ്രാകാരമറശ്ശീല വേണം. ഇത് കൃത്യമായും ആ ഭാഗത്ത് പറയുന്നുണ്ട്. 27-ന്റെ 10 മുതൽ 14 വരെ വായിക്കുമ്പോൾ നമുക്ക് ഏതാണ്ട് ആ ഭാഗങ്ങൾ മനസ്സിലാകും. അവിടെ വായിക്കുമ്പോൾ ഏതാണ്ട് 60 തൂണുകളാണ് ഈ കൂടാരത്തിൻ്റെ പ്രാകാരത്തിന് ചുറ്റുമായി അടിക്കേണ്ടത് അല്ലെങ്കിൽ നാട്ടേണ്ടത്. ഈ തൂണുകൾ
ഖദിരമരം കൊണ്ടാണ് പണിയേണ്ടത്. ഖദിരമരത്തെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചല്ലോ. അഴുക്ക് ചാലിലും വൃത്തിഹീനമായ സ്ഥലങ്ങളിൽ നിന്ന് വളർന്ന ഈ ഖദിരമരത്തെ വെട്ടി അതിൻ്റെ കറയും മാലിന്യങ്ങളും എല്ലാം കളഞ്ഞ് ഈ സമാഗമന കൂടാരത്തിൻ്റെ അകത്തേക്ക് കൊണ്ടുവരുവാൻ അല്പം ബദ്ധപ്പാടുണ്ട്. അത് വെട്ടുന്നവർ കറ തെറിച്ചാൽ അവിടെ വസ്ത്രത്തിൽ ആ കറ വീഴും, ശരീരത്തിന് ചൊറിച്ചിലുണ്ടാകും. അത് ചുമന്നുകൊണ്ട് ബന്ധപ്പെട്ട് ഇതിവിടെ കൊണ്ടുവരണം. ഇത് ചെത്തി വെടിപ്പാക്കുമ്പോൾ അതിലെ ആരികൾ ശരീരത്തിലും ദേഹത്തുമൊക്കെ കൊണ്ടുകയറും. ഈ ഖദിരമര തൂണുകൾ അതിൻ്റെ കണക്കുകൾ സഹിതം ഞങ്ങൾ നേരത്തെ ഓർപ്പിച്ചായിരുന്നു. മനുഷ്യൻ ക്രിസ്തുവിലാകുന്നതിന് മുൻപുള്ള മനുഷ്യൻ്റെ സ്വഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 5:17-18 ഭാഗങ്ങൾ നമ്മൾ വായിക്കുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. കൂടാരത്തിലെ തൂണുകൾ ആകണമെങ്കിൽ ദൈവത്തിൻ്റെ മക്കളെ പല പ്രാവശ്യം ചിന്തേറിട്ട് ഉരുമ്മി ആരികളെ ഒതുക്കണം. പഴയ കാലത്ത് തടിയൊക്കെ ചിന്തേറിടുന്നത്, ചിന്തേറെന്ന് പറയുന്ന ചെറിയ ഉപകരണം ഇട്ടിങ്ങനെ ഉരുമി ആയിരുന്നു. പക്ഷേ ന്യൂ ജനറേഷൻകാരോട് അത് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല. ഇന്നതാരും ചെയ്യുന്നുമില്ല. ഇതും കാലഘട്ടത്തിൻ്റെ വ്യത്യാസമെന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ മില്ലുകളിലെല്ലാം, അല്ലെങ്കിൽ തടി മില്ലുകളിലെല്ലാം പ്ലെയിൻ മെഷീനുണ്ട്. അപ്പോൾ എത്ര പേർ ചിന്തേറിട്ടാണ് ഈ ഖദിരമരത്തെ ഒരുക്കിയത്? അത് പുതിയ നിയമത്തിലേക്ക്, പൊരുളിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കണമേ, അങ്ങ് ഈ വിശ്വാസത്തിലേക്ക് വരണമെങ്കിൽ എത്ര പേർ അങ്ങയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടു. 25, 15, 10 ലക്ഷം രൂപ മുടക്കി ഒരു കൺവെൻഷൻ നടത്തിയാൽ ഒരുപക്ഷെ ഒരാളായിരിക്കും അതിൽ നിന്ന് യേശുവിനെ അറിയുന്നതിൽ രക്ഷിക്കപ്പെടുന്നത്. എത്ര പണം മുടക്ക്, എത്ര പേരുടെ കഷ്ടപ്പാട്, എത്ര ട്രാക്സുകൾ കിട്ടിയിരിക്കുന്നു, എത്രയിടത്ത് വെച്ച് പരസ്യങ്ങൾ കേട്ടിരിക്കുന്നു, എത്ര മെസ്സേജുകൾ കേട്ടിരിക്കുന്നു. അങ്ങനെ രക്ഷിക്കപ്പെട്ട് സഭയ്ക്കകത്തേക്ക് കടന്നു വരുന്ന ആ വിശ്വാസി വീണ്ടും എത്രയെത്ര മെസ്സേജുകളാണ് കേട്ട് ഒരു തഴക്കത്തിൽ അഭ്യസിച്ച ഇന്ദ്രജയം ഉള്ളവനായി തീരേണ്ടത്. ഈ തൂണുകൾ പൂർണ്ണ രീതിയിൽ സംസ്കരിച്ച് കറ ചുളുക്കമെല്ലാം മാറ്റിയ ശേഷം അതിനെ വെള്ളത്തിലിട്ട് കഴുകി സംസ്കരിച്ച് ആണ് സഭയിലേക്ക് കൊണ്ടുവരുന്നത്. പഴയ കാലങ്ങളിൽ തെങ്ങ് മുതലായ വസ്തുക്കൾ അറുത്തെടുത്തിട്ട് അതിൻ്റെ പുളിപ്പ് കളയാൻ വേണ്ടി വെള്ളമുള്ള ചേറ്, ഇന്ന് ചേറെന്ന് പറഞ്ഞാലും അറിയത്തില്ല, അതൊക്കെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, ചേറ്റിൽ കുഴിച്ച് പുതച്ചിടുമായിരുന്നു. ഏതാനും ആഴ്ചകൾ, മാസങ്ങൾ അവിടെ കിടന്ന് ആ തെങ്ങിലെ പുളിപ്പ് മുഴുവൻ പോതിക്കഴിഞ്ഞിട്ട് ആ തെങ്ങും മറ്റും എടുത്ത്, അതിൻ്റെ ഉരുപ്പടികളെടുത്ത് വീടും മറ്റും പണിയുവാൻ പഴയ കാലങ്ങളിൽ ഉപയോഗിക്കുമായിരുന്നുള്ളൂ. അതിനെ സംസ്കരിക്കുകയാണ്. അതുപോലെ ഖദിരമരത്തെ സംസ്കരിച്ചിട്ടാണ് ഈ ആലയത്തിൽ കയറ്റുന്നതെങ്കിൽ വിശ്വാസി അങ്ങയെയും എന്നെയും രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് സ്നാനമെന്ന് പറയുന്ന ഒരു ക്രിയ നടക്കുന്നുവെങ്കിൽ അത് വിശ്വാസവും പ്രവൃത്തിയും സമ്മേളിച്ച് അർത്ഥത്തിലേക്ക് വരുമ്പോൾ അവിടെ ആ ശുദ്ധീകരണം നടക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനത്തിൽ പറയുന്നത്, പാപസംബന്ധമായ മരിച്ചവരായ നിങ്ങൾ ഇനിയും പാപത്തിൽ എങ്ങനെ മുന്നോട്ട് ജീവിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. അല്പം പോലും മരമോ ആരുകളോ കറയോ പുറത്ത് കാണാതെ വണ്ണം പൊന്നു പൊതിഞ്ഞാണ് ഈ ഖദിരമര തൂണുകളെ പ്രാകാരം നിർത്തുന്നു എന്ന കാര്യം നമ്മൾ ഓർക്കണം. ആവർത്തന പുസ്തകം 27:9 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, പുരോഹിതർ ഇസ്രായേല്യരെ നിങ്ങൾ മിണ്ടാതിരുന്ന് കേൾക്കാം. ഇന്നത്തെ പോലെയല്ല. ഇന്ന് നമ്മൾ ദൈവത്തെ പഠിപ്പിക്കാൻ പോവുകയാണ്. ദൈവമേ, നീ എന്തിനാ അങ്ങനെ കൽപ്പിച്ചത്? നീ എന്തിനാ ഈ കൽപ്പന തന്നത്? ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതത്തെ നിനക്ക് അറിയത്തില്ലേ? നാളെ ഈ ചെറുപ്പക്കാരി എന്ത് ചെയ്യും? അതുകൊണ്ട് ദൈവമേ, നീ കൽപ്പിച്ചത് ശരിയല്ല. ദൈവം പറയുന്ന ഈ പദം ശ്രദ്ധിച്ചോണം, ഇസ്രായേലേ നീ മിണ്ടാതിരുന്ന് കേൾക്കുക. നിങ്ങൾ എൻ്റെ ജനമായിരിക്കുന്നു. എൻ്റെ ജനമാണെങ്കിൽ
പിന്നെ ദൈവത്തോട് മറുചോദ്യം ചോദിക്കരുത്. അവിടെ ഇത് ചിന്തിക്കണം, എൻ്റെ ബുദ്ധി വളരെ ചെറുതാണ്, ദൈവമേ അങ്ങയുടെ ബുദ്ധി വലുതാണ്, ആ ബുദ്ധിക്ക് മുൻപിൽ ഞാൻ ഒന്നുമില്ല. ആവർത്തന പുസ്തകം 28:1 നമ്മൾ കാണുന്നു, നീ ശ്രദ്ധയോടെ കേൾക്കണം, കൽപ്പനകൾ പ്രമാണിക്കണം. മത്തായി 28:20 നമ്മൾ വായിക്കുന്നു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവേൻ. ഞാൻ പലരിൽ നിന്നും കേട്ടിട്ടുള്ള ഒരു കാര്യം കൂടി ഓർപ്പിക്കട്ടെ. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പൗലോസ് അപ്പോസ്തലൻ തീവ്രവാദിയായിരുന്നു. യേശു പറയുന്നു, ഞാൻ കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കണം, സ്നാനപ്പെടുത്തണം, ശിഷ്യരാക്കണം. പക്ഷെ ശ്രദ്ധിക്കണമേ, പൗലോസ് അപ്പോസ്തലൻ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ ഗലാത്യ ലേഖനം 1:17 നമുക്ക് കാണുവാൻ കഴിയും, ക്രിസ്തുവിനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോടെ ആലോചന ചോദിക്കുകയോ അറേബ്യയിലേക്ക് പോയി. ഞാൻ യെരൂശലേമിലേക്ക് പോയില്ല മൂപ്പന്മാരോട് ചോദിക്കുവാൻ. ഞാൻ എൻ്റെ മാംസരക്തങ്ങളോട് എൻ്റെ ഭാര്യയോട് ചോദിക്കട്ടെന്നോ എൻ്റെ ഭർത്താവിനോട് ചോദിക്കട്ടെന്നോ പൗലോസ് അപ്പോസ്തലൻ ചിന്തിച്ചില്ല. അല്ലെങ്കിൽ എൻ്റെ വേണ്ടപ്പെട്ടവരോട് ചോദിക്കണമെന്ന് ചിന്തിച്ചില്ല. ഞാൻ നേരെ എൻ്റെ ദൈവത്തിൻ്റെ വിളി കേട്ടപ്പോൾ ഞാൻ അറേബ്യയിലേക്ക് പോയി. അവിടെ ചെന്നിരുന്ന് എൻ്റെ ദൈവം മുഴുവൻ കാര്യങ്ങളും പൗലോസ് അപ്പോസ്തലനെ പഠിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ നമുക്ക് തിരുമേശയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്തത് എന്തെന്നാൽ എന്ന ഭാഗം കാണുന്നത്. 1 തീമോഥെയോസ് 4:16 നമ്മൾ കാണുന്നു, നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. അപ്പോൾ നമ്മെ സൂക്ഷിക്കണം, ഉപദേശത്തെയും സൂക്ഷിക്കണം. ആ ഭാഗങ്ങളൊക്കെ നിന്ന് വിവരിക്കേണ്ടതാണല്ലോ. നാം വളരെ സൂക്ഷിക്കണം ദൈവത്തിൻ്റെ വചനപ്രകാരം. മനുഷ്യൻ നിന്നെ കള്ളന് വിളിച്ചേക്കാം, ദുഷ്ടന് വിളിച്ചേക്കാം, പലതും വിളിച്ചേക്കാം. പക്ഷെ ഒരു കാര്യം, അങ്ങയുടെ മനസ്സാക്ഷിയും ദൈവത്തിൻ്റെ വചനവും വെച്ചിട്ട് നമ്മുടെ ഓരോ സെക്കൻഡുകളും നമ്മൾ സൂക്ഷിക്കണം. അതിനുശേഷം ദൈവത്തിൻ്റെ കൽപ്പന, ഉപദേശം. ഞാനൊരു കാര്യം കൂടി എൻ്റെ സാക്ഷ്യമായി ഓർപ്പിക്കട്ടെ. ഞാൻ ഈ ദൈവവചനം പഠിക്കുവാൻ ആദ്യം മുട്ടുകുത്തിയ 1986-87 ആ കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, അങ്ങയുടെ വചനത്തിൽ ഒരു സത്യം ഞാൻ എൻ്റെ ഹൃദയപ്രകാരം കണ്ടാൽ ഞാനത് ഫോളോ ചെയ്യും. പിന്നെ എവിടെ പോയാലും, മധ്യപ്രദേശിൽ ഒരു നിയമവും, ആന്ധ്രയിൽ ഒരു നിയമവും, കേരളത്തിൽ മറ്റൊരു നിയമവും, ഗൾഫിൽ ചെല്ലുമ്പം വേറൊരു നിയമവും, അമേരിക്കയിൽ വേറൊരു ഉപദേശവും ആയിരിക്കത്തില്ല. എവിടെ പോയാലും ഈ ഉപദേശം തന്നെ ഞാൻ പാലിക്കും. കാരണം എന്തെന്നറിയാമോ? എൻ്റെ ദൈവം ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞത് ഞാൻ എൻ്റെ തലയിൽ ഗ്രഹിച്ചു, എൻ്റെ തലച്ചോറിൽ കയറി പ്രിൻ്റ് ചെയ്തു. എന്തെന്ന് വെച്ചാൽ, ഇസ്രയേലേ മിണ്ടാതിരിക്കുക, നീ എൻ്റെ ജനമാണ്. പ്രൈസ് ദി ലോർഡ്. പഴയകാലത്ത് ദൈവത്തിന് സ്തോത്രം, കീഴിൽ നിന്ന് പഠിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. തീത്തോസ് 1:9 നമ്മൾ ഇങ്ങനെ കാണുന്നു, പത്യോപദേശത്താൽ പ്രബോധിപ്പിപ്പാനും. തീത്തോസ് 1:14 വായിച്ചു കേൾപ്പിക്കുന്നു, യഹൂദഗതികളെയും സത്യം വിട്ട് അകലുന്ന മനുഷ്യരുടെ കൽപ്പനകളെയും ശ്രദ്ധിക്കാതിരിക്കേണ്ടതിനും അവരെ കഠിനമായി ശാസിക്കുക. പ്രൈസ് ദി ലോർഡ്. അവരെ കഠിനമായി ശാസിക്കണം. ഇന്നത്തെ കാലത്ത് നടക്കുമോ? ഞാൻ ഒരു സഭയിൽ നിന്നുകൊണ്ടല്ലാതെ പൊതുവിൽ നിന്നൊന്ന് പറയട്ടെ. പഴയ കാലത്ത് അച്ഛന്മാർ പറഞ്ഞാൽ കേൾക്കുമായിരുന്നു, പാസ്റ്റേഴ്സ് പറഞ്ഞാൽ കേൾക്കുമായിരുന്നു, ശുശ്രൂഷകന്മാർ പറഞ്ഞാൽ കേൾക്കുമായിരുന്നു. ഇന്ന് നടക്കുമോ? അവരെ കഠിനമായി ശാസിക്കണം. ഇന്ന് നടക്കത്തില്ല. അതുകൊണ്ട് ദൈവദാസന്മാർ ഒതുങ്ങിപ്പോകുന്നു. ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവിടെ വിടുന്നു, എൻ്റെ കർത്താവ് പറഞ്ഞ ശുശ്രൂഷ അതുപോലെ ഏറ്റെടുത്ത് ചെയ്തില്ലെങ്കിൽ അടി ഉറപ്പായിരിക്കും, ചെന്നെത്താൻ പ്രയാസമായിരിക്കും. പഴയ കാലത്ത് ദൈവദാസന്മാരുടെ കീഴിൽ നിന്ന് പഠിച്ചാണ് ഒരു ദൈവ പൈതൽ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നത്. 1 തീമോഥെയോസ് 3:6 നമ്മൾ ഇങ്ങനെ കാണുന്നു, എടുത്തെങ്കിൽ നമുക്ക് വായിക്കാം. 1 തീമോഥെയോസ് 3:6, പുതിയ ശിഷ്യൻ ആകരുത്, നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ പുതിയ ശിഷ്യനും അരുത്. പ്രൈസ് ദി ലോർഡ്. പുതിയ ശിഷ്യൻ അരുത്. 3 വർഷം ബൈബിൾ സ്കൂളിൽ പഠിച്ചിട്ട് 4-ാം വർഷം അതേ ബൈബിൾ സ്കൂളിൽ ടീച്ചേഴ്സായി നിൽക്കുന്ന ബൈബിൾ സ്കൂൾ ടീച്ചേഴ്സാണ് ഇന്ന് നല്ല ശതമാനം. ക്ഷമിക്കണമേ, ശ്രദ്ധിക്കണമേ, പുതിയ ശിഷ്യൻ ആകരുത്. ദൈവത്തിൻ്റെ ജനമേ, കൃപയിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ആഴമായ മർമ്മങ്ങളെ ഗ്രഹിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ദൈവസഭയുടെ ഉപദേശങ്ങളെ ശരിയായി കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതിൻ്റെ കാവൽ ഭടന്മാരാണ്, അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ വാക്യത്തിലേക്ക് ഞാൻ മടങ്ങി വരുന്നു, ദൈവത്തിൻ്റെ ഗ്രഹവിചാരകന്മാരാണ് നമ്മൾ.
ദൈവം ഒരുക്കിയ കൂടാരത്തിൽ കയറുവാൻ കഴിഞ്ഞത് ദൈവമക്കളെ നമ്മുടെ ആരുടെയും മിടുക്കുകൊണ്ടല്ല. നമ്മൾ ഓരോരുത്തരും അവരവരുടെ കാര്യങ്ങൾ ചിന്തിച്ചാട്ട് ദൈവം പ്രത്യേക സാഹചര്യങ്ങളിൽ തൊട്ട് പേർ ചൊല്ലി വിളിച്ച് വേർതിരിച്ചതാണ്. പിതാവിൻ്റെ തിരഞ്ഞെടുപ്പും ആകർഷണവും ഉണ്ടായിട്ടാണ് നമുക്ക് ഈ യോഗ്യത ലഭിച്ചത്. യോഹന്നാൻ 6:44. ഈ തൂണുകളുടെ ഉയരം 5 മുഴമാണ്. അങ്ങയ്ക്കും എനിക്കും തന്നിരിക്കുന്ന സംഖ്യയാണ് 5. അതിൻ്റെ അർത്ഥം ദൈവിക പൂർണ്ണതയുടെ സംഖ്യയായ 3 പ്ലസ് ക്രിസ്തുവിൻ്റെ സംഖ്യയായ 2 കൂട്ടുമ്പോൾ സമം 5. അതാണ് അങ്ങും ഞാനും. കൃപയാലാണ് നിൽക്കുന്നത്. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടത് കൃപയാലല്ലോ. അതിന് നിങ്ങളുടെ പ്രവൃത്തികൾ, നമ്മുടെ പ്രവൃത്തികൾ കാരണമല്ല. കൃപയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. റോമാലേഖനം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള എല്ലാ പുസ്തകങ്ങളുടെയും തുടക്കത്തിൽ കൃപ നിങ്ങളോടുകൂടി ഇരിക്കുമാറാകട്ടെ എന്ന് നമുക്ക് കാണുവാൻ കഴിയും. റോമാലേഖനം മുതൽ വെളിപ്പാട് പുസ്തകം വരെ കൃപ നമ്മളോടുകൂടി ഇരിക്കുമാറാകട്ടെ എന്ന് കാണുമ്പോൾ റോമർ, എബ്രായർ, 1 പത്രോസ്, 1 യോഹന്നാൻ, 3 യോഹന്നാൻ, യൂദ എന്നീ ലേഖനങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ ലേഖനങ്ങളിലും അല്ലെങ്കിൽ മിക്ക ലേഖനങ്ങളിലും കൃപ നിങ്ങളോടുകൂടി ഇരിക്കട്ടെ എന്ന ആശംസ വചനങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിൻ്റെ ജനമേ, ദൈവത്തിൻ്റെ മക്കളെ, നമ്മൾ കൃപയിൽ നിൽക്കേണ്ടവരാണ്. ഈ കൃപയിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തെ ആഴമായി നമ്മൾ പഠിക്കണം. ഒരു വാക്യം കൂടി ഞങ്ങൾ വായിച്ച് കേൾപ്പിക്കുകയാണ്. തീത്തോസിൻ്റെ ലേഖനം 1:9 കൂടെ വായിച്ച് കേൾപ്പിക്കുന്നു. അതിഥിപ്രിയനും സൽഗുണപ്രിയനും സുബോധശീലനും നീതിമാനും നിർമ്മലനും ജിതേന്ദ്രിയനും പഥ്യോപദേശത്താൽ പ്രബോധിപ്പാനും വിരോധികൾക്ക് ബോധം വരുത്തുവാനും ശക്തനാകേണ്ടതിന് ഉപദേശപ്രകാരമുള്ള വിശ്വാസ്യ വചനം മുറുകെ പിടിക്കുന്നവനും ആയിരിക്കണം. പഥ്യോപദേശത്തിൽ പ്രബോധിപ്പാനും ഉപദേശ സത്യങ്ങൾ മുറുകെ പിടിക്കുന്നവനും ആയിരിക്കണം. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരെ പഥ്യോപദേശത്തിൽ പ്രബോധിപ്പിക്കണം. ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, എനിക്കൊരു 3 വർഷമല്ലേ ഉള്ളൂ ശുശ്രൂഷ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു കൂട്ടരെയല്ല പറയുന്നത്. പുരോഹിതന്മാരായിക്കൊള്ളട്ടെ, ശുശ്രൂഷാഗണമായിക്കൊള്ളട്ടെ. ഞാൻ എൻ്റെ ഈ ക്ലാസ്സിൽ കൂടുതലായി ഉപയോഗിക്കുന്ന ശുശ്രൂഷന്മാർ എന്നുള്ള പദമാണ്. കാരണം ഈ ക്ലാസ്സുകൾ പല വിഭാഗത്തിലുള്ളവരും കേൾക്കുന്നത് എനിക്കറിയാം. അതുകൊണ്ട് അതിൽ നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ, ഏത് വിഭാഗത്തിലായാലും പഥ്യോപദേശത്തിൽ പഠിപ്പാൻ കഴിവ് വേണം. അത് ഉപദേശിപ്പാനും ശക്തിയോടെ ഉപദേശിപ്പാനും ഉള്ള കഴിവ് വേണം. ദൈവത്തിന് സ്തോത്രം. ആ കഴിവ് നഷ്ടപ്പെട്ടതാണ് ഈ അന്ത്യകാലത്ത് സഭയുടെ ശിഥിലീകരണത്തിനും ഉപദേശം ഇല്ലാതാകുന്നതിൻ്റെയും കാരണമെന്ന് വളരെ വേദനയോടുകൂടി ഞങ്ങൾ ഓർപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇങ്ങനെയൊരു ഭാഗം പറയാറുണ്ട്. വടക്കേണ്ടിയിലെ ഒരു കഥയാണ്. ഒരു ചെറിയ കഥ കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. പല ദിവസങ്ങൾ ഞാൻ ചിന്തിച്ചു അതൊന്ന് പറയണമെന്ന്. വടക്കേണ്ടിയിലെ ഒരു ചെറിയ ഗ്രാമപാതയിൽ കൂടി ഒരു മാന്യനായ മനുഷ്യൻ കാർ ഓടിച്ചു പോവുകയാണ്. അദ്ദേഹം കാർ ഓടിച്ചു പോകുമ്പോൾ ഒരു ചെറിയ കട കാണുന്നു. ആ കടയിലേക്ക് അദ്ദേഹം കയറിയിട്ട് ആ കടയിൽ ഉള്ള സപ്ലയറോട് പറഞ്ഞു, ഒരു ചായ തരണം. അദ്ദേഹം ചായ കൊടുത്തു. ആ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അലമാരിയിൽ കിടന്ന ജിലേബി കണ്ടിട്ട് ആ വലിയ മനുഷ്യൻ, കോട്ടും സൂട്ടുമൊക്കെ ഇട്ടിയ മനുഷ്യൻ അല്പം ജിലേബി കൂടി ഓർഡർ ചെയ്തു. ഈ മനുഷ്യൻ ആ ജിലേബി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ കഷ്ണം ജിലേബി താഴെ പോയി. ആ വലിയ മനുഷ്യൻ അത് കുനിഞ്ഞെടുത്ത് മേശപ്പുറത്ത് വെച്ചു. അവിടെ കൂടിയിരുന്നവരെല്ലാം കണ്ണിൽ കണ്ണി നോക്കി, ഇത്ര വലിയനായ മനുഷ്യൻ കോട്ടും സൂട്ടുമിട്ട് എയർ കണ്ടീഷൻ കാറിൽ വന്ന് ഈ ചെറിയ കടയിൽ കയറി ജിലേബി കഴിച്ച് ആ മനുഷ്യൻ ഒരു ചെറിയ പീസ് ജിലേബി താഴെ പോയപ്പോൾ അത് എടുത്ത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന അലമാരുടെ മുകളിലേക്ക് വെച്ചു. അദ്ദേഹം ചായ കുടിച്ചു പോയി. അല്പം കഴിഞ്ഞപ്പോൾ ഈച്ച വന്ന് ആ ജിലേബിയിലിരുന്നു.
ആ ഈച്ച ആ ജിലേബിയിലിരിക്കുമ്പോൾ ആ ഭിത്തി വഴി ഒരു പല്ലി ഇഴഞ്ഞു വന്നു ഈച്ചയെ നോട്ടം വെച്ചുകൊണ്ട്. ഇങ്ങനെ തക്കം പാർത്തിരുന്ന പല്ലി ആ ഈച്ചയുടെ പുറത്തേക്ക് അതിൻ്റെ ആ കറക്റ്റ് സമയം, അതിൻ്റെ ആ ടൈം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അതൊരൊറ്റ ചാട്ടമാണ്. ചാടിയ പല്ലിയും ഈച്ചയും ജിലേബി കഷ്ണവും കൂടി താഴെ, നമുക്കറിയാമല്ലോ വടക്കേ ഇന്ത്യയിലൊക്കെ വറുത്തു കോരുന്നതൊക്കെ കടയുടെ മുൻപിലാണ്. അവിടെ വറുത്തുകൊണ്ടിരുന്ന ഉള്ളി ബജിയായിലേക്ക് വീണു. ഈ പല്ലിയും ജിലേബി കഷ്ണവും ഈച്ചയും എല്ലാം കൂടി വറുത്ത് കോരി അലമാരിയിലിട്ടു. അല്പം കഴിഞ്ഞപ്പോൾ ഒരു ഗ്രാമവാസി വന്നു. അദ്ദേഹം ചായയും വറുത്ത ഉള്ളി ബജിയായും വാങ്ങി കഴിക്കുവാൻ തുടങ്ങി. അദ്ദേഹം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വായിൽ ഒരു അരുചി. അദ്ദേഹം വിരലിട്ട് ആ വായിൽ നിന്നും ആ സാധനം വലിച്ചെടുത്തപ്പോൾ വറുത്ത് കോരിയിരിക്കുന്ന പല്ലിയാണ്. ചുരുക്കി പറയട്ടെ, അവിടെ വാക്തർക്കമുണ്ടായി. വാക്തർക്കം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങി. അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും പല്ലിയായിട്ട് വറക്കുമോ? അബദ്ധത്തിൽ പറ്റിയതല്ലേ, ക്ഷമിച്ചുകൂടെ? അപ്പോൾ അദ്ദേഹം, നമുക്കറിയാമല്ലോ ഗ്രാമഭാഷയിലെ സംസാരങ്ങളൊക്കെ, ചുരുക്കി പറയണ്ട, അവിടെ വാഗ്വാദമായി, ഉന്തായി, പക്ഷം പിടുത്തമായി, തല്ലായി, കത്തിക്കുത്തായി. അല്പം കഴിഞ്ഞപ്പോൾ ആംബുലൻസ് വന്നു. ചില ശരീരങ്ങൾ ആംബുലൻസിലേക്ക് കയറ്റി. ഹോസ്പിറ്റലിനെ ലക്ഷ്യമാക്കി സൈറൻ മുഴക്കിക്കൊണ്ട് ആംബുലൻസിന് ഓടിയപ്പോൾ അവിടെ കൂടിയിരുന്നവർ പറഞ്ഞു, ആ മാന്യനായ മനുഷ്യൻ ചെയ്ത ഒരു നല്ല പ്രവൃത്തിയിൽ നിന്നല്ല ഇത് തുടങ്ങിയത്. വളരെ ശ്രദ്ധിക്കണമേ, എന്നെ വളരെ ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു ഭാഗമാണ്. നമ്മുടെ സഭയാകുന്ന ആലയത്തിലേക്ക് ഇതുപോലെയുള്ള നല്ല പ്രവൃത്തികളെന്ന് തോന്നുന്ന പ്രവൃത്തികളാണ് സഭയുടെ ഉപദേശത്തെയും സഭയുടെ അളവുകളെയും സഭയുടെ ആ ക്രമങ്ങളെയും ഒക്കെ ഇല്ലാതാക്കുന്നത്. കൊച്ചു കൊച്ചു ഉപദേശങ്ങൾ ഒക്കെ വന്നിട്ട് ദൈവത്തിന് സ്തോത്രം. ചെറിയ ചെറിയ ഉപദേശങ്ങളൊക്കെ ആദ്യം വരുമ്പോൾ അതിനെ മുളയിലെ നുള്ളിക്കളയേണ്ട ഉപദേശം പഠിച്ച, അല്ലെങ്കിൽ ദൈവവചനത്തിൽ ആഴമായ പഠനങ്ങൾ ഉള്ളവർ ഉണ്ടാകണമെന്നുള്ളത് ഉള്ളപ്പോൾ, പുതിയ ശിഷ്യൻ ആകരുത് എന്നുള്ള വചനം ഉള്ളപ്പോൾ അതൊക്കെ മനസ്സിലാക്കാതെ, അതൊക്കെ ശ്രദ്ധിക്കാതെ, നുള്ളേണ്ടത് നുള്ളിക്കളയാതെ ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ വളർന്ന് വലുതായി സഭയുടെ ഉപദേശങ്ങൾ ശിഥിലമാകുന്നു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഈ തൂണുകളെ, എവിടെയോ നിന്നും വളർന്ന ഈ തൂണുകൾ, കതിരമരത്തെക്കുറിച്ച് ഒരു ഭാഗം കൂടി എനിക്ക് പറയണമെന്നുണ്ട്. ഈ കതിരമരങ്ങൾ അഴുക്ക് ചാലിൽ നിന്ന് കണ്ട് കേട്ട് പലതും മനസ്സിലാക്കി, അല്ലെങ്കിൽ മൂപ്പ് പ്രാപിച്ചിട്ടാണ് ഈ ആലയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. പുതിയ നിയമത്തിൽ അതിൻ്റെ പൊരുളിലേക്ക് വരുമ്പോൾ ഈ തൂണുകൾ, ദൈവത്തിന് സ്തോത്രം, വിശ്വാസികളും അല്ലെങ്കിൽ ഉപദേശഗണം, ശുശ്രൂഷ ഗണമാകുമ്പോൾ അവരൊക്കെയും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആഴമായ വചന സത്യങ്ങളെ മനസ്സിലാക്കിയിട്ട് വേണം ഇതിലേക്ക് കടന്നു വരുവാൻ. എന്നെ തന്നെ സൂക്ഷിക്കണമെങ്കിൽ, ഉപദേശത്തെയും സൂക്ഷിക്കണമെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ആഴമായ പഠനങ്ങൾ ഉണ്ടാകണം. കൃപയിൽ നിന്നുകൊണ്ട് പഠിക്കണം. ദൈവത്തിൻ്റെ ജനമേ, ഈ കതിരമരത്തിൻ്റെ ഉയരം 5 മുഴത്തിൽ എന്തുകൊണ്ടാണ് ദൈവം നിർത്തിയത്? അതിന് അർത്ഥങ്ങളുണ്ട്. ആ 5 കൃപയുടെ സംഖ്യയാണ്. ആദ്യം പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ പൂർണ്ണതയാകുന്ന 3 പ്ലസ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സംഖ്യയാകുന്ന 2 കൂടെ കൂട്ടിച്ചേർക്കുമ്പോഴാണ് 5 എന്ന സംഖ്യ ലഭിക്കുന്നത്. കഠിനമായി ശാസിക്കാനും പത്യോപദേശത്തിൽ പ്രബോധിപ്പാനും കീഴിൽ നിന്ന് പഠിച്ച് പുതിയ ശിഷ്യനാകാതെ, ദൈവത്തിന് സ്തോത്രം, തഴക്കത്തിൽ അഭ്യസിച്ച ഇന്ദ്രജയമുള്ളവർ മാത്രമേ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങാവൂ എന്ന് ആത്മാർത്ഥമായും വചനത്തെ വെച്ചുകൊണ്ട് ഞങ്ങൾ ഓർപ്പിക്കുന്നു. അങ്ങനെ ഇറങ്ങാതെ പുതിയ ശിഷ്യന്മാരായി ഇറങ്ങുമ്പോഴാണ്
ആഴവും മർമ്മങ്ങളും അറിയാത്തയുള്ള ഉപദേശങ്ങൾ ഇന്ന് പ്രാബല്യത്തിൽ വരുന്നത് പോലെ വന്നുകൊണ്ടിരിക്കുന്നത് അത് സഭയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. തൂണുകളെ ഒരു കാര്യം ശ്രദ്ധിക്കണമേ, ആഴമായ അറിവ് പ്രാപിച്ച് കൃപയിൽ നിന്നുകൊണ്ട് വേണം ഈ തൂണുകളാകുവാൻ. ദൈവത്തിന് സ്തോത്രം. ഈ തൂണുകൾക്ക് കുറേക്കൂടി അർത്ഥങ്ങളുണ്ട്. അടുത്ത എപ്പിസോഡിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ ചിന്തിക്കുന്നതാണ്. കാരണം ഈ തൂണുകളിൽ മുകളിൽ ഒരു കുമിഴികൾ വയ്ക്കുന്നുണ്ട്. ആ കുമിഴികളെക്കുറിച്ച് പഠിച്ചെങ്കിൽ മാത്രമേ ഞാൻ ഇന്ന് ചിന്തിച്ച ഭാഗത്തിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിലേക്ക് എത്തുവാൻ കഴിയുള്ളൂ. പത്യോപദേശത്താൽ പ്രബോധിപ്പാനും വചനത്തിൻ്റെ ആഴങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ അർത്ഥങ്ങളെ പറഞ്ഞുകൊടുത്ത് നിഴലും പൊരുളും മനസ്സിലാക്കി പഠിപ്പിക്കുവാനും കഠിനമായി ശാസിക്കേണ്ടടുത്ത് ശാസിക്കുവാനും ഉപദേശിക്കുവാനും സ്നേഹിക്കേണ്ടടുത്ത് സ്നേഹിക്കുവാനും കഴിയണമെങ്കിൽ തഴക്കത്തിൽ അഭ്യസിച്ച ഇന്ദ്ര ജയം ഉള്ള ശുശ്രൂഷകന്മാർക്കേ കഴിയത്തുള്ളൂ. തൂണുകളെ, നിങ്ങളെ എൻ്റെ ദൈവം ആക്കിയത് കൃപയാലുള്ള തിരഞ്ഞെടുപ്പാണ്. ആ തിരഞ്ഞെടുപ്പിൻ്റെ അർത്ഥം മനസ്സിലാക്കി ആർക്കെങ്കിലും വേണ്ടി ചെയ്യുന്നു എന്നല്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഓർപ്പിക്കട്ടെ, പിതാവ് ദൈവം, ആ ദൈവത്തിൻ്റെ മകനാണ് ഞാനെങ്കിൽ എൻ്റെ വേലയാണ്, എൻ്റെ രാജ്യത്തിൻ്റെ പണിയാണ്, സഭ എൻ്റേതാണ്, എൻ്റെ പിതാവിൻ്റേതാണ്. അത് പ്രതിഫലത്തിന് വേണ്ടിയല്ല ചെയ്യുന്നത്. സൗജന്യമായി ദൈവം തന്നു, സൗജന്യമായി ഉപദേശിച്ച് എങ്ങനെയെങ്കിലും ആ അക്കരെ നാടെത്തുവാൻ ഇടയാക്കട്ടെ. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ തൂണുകളെക്കുറിച്ച് വീണ്ടും ആഴമായ സത്യങ്ങൾ പഠിക്കുവാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ. കൃപ നമ്മോട് കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് ഏതാണ്ട് 33 പ്രാവശ്യമാണ് സുവിശേഷത്തിൽ കൊടുത്തിരിക്കുന്നത്. അതിലധികവുമാകാം. എന്നാൽ ഈ 33-ന് ഒരർത്ഥമുണ്ട്. ദൈവത്തിന് സ്തോത്രം. 10 ക്രമപൂർണതയുടെ സംഖ്യയാണ്. ക്രമപൂർണതയെ കൂടെ 3 ചേർക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം 33 എന്ന സംഖ്യ ലഭിക്കുന്നു. അത് എൻ്റെ ദൈവത്തിൻ്റെ കൃപയുടെ അളവിൻ്റെ പൂർണ്ണതയുടെ കൂടിയ അളവാണ്. ആ കൃപയിലേക്ക് കടന്നു വരുവാൻ ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അർത്ഥം: വിശ്വാസിയെ അങ്ങ് ഈ ആലയത്തിലാക്കിയത് കൃപയാലാണ്. അതുകൊണ്ട് താഴ്മയോടെ ദൈവസന്നിധിയിൽ മുട്ടുകുത്താം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് തന്ന ഈ നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. ഞങ്ങളെല്ലാവരും ചേർന്ന് ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ ഒരുക്കി നിർത്തിക്കാട്ട്. വീണ്ടും കാണുവോളും കൃപയുടെ ചിറകിൽ ഞങ്ങളെ മറച്ചാട്ട്. അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. യേശുവിൽ